Good afternoon. Good afternoon. So നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മുടെ കൈവശ സ്റ്റഡി മെറ്റീരിയലുണ്ട്, നോക്കിക്കോളുക. സ്റ്റഡി മെറ്റീരിയൽ നോക്കിക്കോളെ. വിച്ച് എക്സ്പെരിമെൻറ്റ്, നിങ്ങൾ ആൻസർ വിളിച്ച് പറയരുതേ. നിങ്ങൾക്ക് ആൻസർ പറയണം തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ചാറ്റിൽ ആൻസർ ഇട്ടാൽ മതി. ഓക്കെ. വിച്ച് എക്സ്പെരിമെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ചാർജ് ഓൺ ആൻ ഇലക്ട്രോൺ? ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിക്കുന്ന എക്സ്പെരിമെൻറ്റ്. മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്, കാഥോഡ് റേ, റുദർഫോർഡ്സ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ കുറേ പേര് ആൻസർ ഇട്ട് കഴിഞ്ഞു ഓൾറെഡി. ഇപ്പോൾ ആഞ്ഞി മുതലാണ് ഇട്ടത്. എല്ലാവരും ഓപ്ഷൻ എ തന്നെയാണ് ഇടുന്നത്. ഓക്കെ, ഞാൻ ആദ്യമേ ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ടുകൊണ്ട് ആദ്യമായിട്ടുള്ള ആൾക്കാരുടെ പേര് വായിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളവരുടെ പേര് വായിച്ചില്ലെന്നേ ഉള്ളൂ. സോ വിച്ച് എക്സ്പെരിമെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ചാർജ് ഓൺ ഇലക്ട്രോൺ എന്നാണ്. മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് നമ്മൾ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ സാർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. ഒരു മിനിറ്റ് മക്കളെ, നിങ്ങൾ ക്വസ്റ്റ്യൻ ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എ എന്ന് മനസ്സിലായ ഉടൻ തന്നെ എയിൽ ടിക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഒരിക്കലും ചെയ്യരുത് എന്നാണ്. എ ആണ് കീ എന്ന് നിങ്ങളുടെ പേജ് നമ്പർ 77 അല്ലെങ്കിൽ അതിന് ശേഷമുള്ളൊരു പേജിലോ കീ ഞാൻ അടിച്ചിട്ടുണ്ട്. നിങ്ങൾ ദയവായി ഇപ്പം കീ നോക്കരുത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എപ്പോൾ വേണമെങ്കിലും ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ പുറകിലെ കീ നോക്കാം. അല്ലാതെ നിങ്ങൾ എ ടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ എ മാത്രമേ വായിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ ആകെ ഉള്ള ഒരു ആ ഇൻഫ്ലുവൻസ് നഷ്ടപ്പെട്ടു പോകും. 1. 2, ചില കുട്ടികൾ ഈ പറയുന്ന സ്റ്റഡി മെറ്റീരിയൽ തന്നെ ഓരോ ക്വസ്റ്റ്യൻ്റെ സ്ഥലത്ത് അപ്പോൾ ഞാൻ ഒരു ഇക്വേഷൻ പറഞ്ഞാൽ ഷോർട്ട് കട്ട് പറഞ്ഞാൽ ഇവിടെ എഴുതി വയ്ക്കും. ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് MCQ ചെയ്യാൻ പ്രത്യേകിച്ച് നോട്ട്ബുക്ക് ഉണ്ട്. ആ നോട്ട്ബുക്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് എഴുതി എന്തൊക്കെയാണ് നിങ്ങൾക്ക് എഴുതേണ്ടത് അത് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് അവിടെ എഴുതി വയ്ക്കുക. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് പിന്നീട് നോക്കാം. പിന്നെ എക്സ്പ്ലനേഷൻ പുറകിലുണ്ട്. പിന്നെ പുറകിലുള്ള അതേ എക്സ്പ്ലനേഷൻ ആയിരിക്കില്ല ഞാൻ പറയുന്നത്. ഞാൻ കുറച്ചുകൂടെ ഷോർട്ട് കട്ടുകളും ഐഡിയ ഒക്കെ ആയിരിക്കും പറയുന്നത് നിങ്ങൾക്ക് വേഗത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് മൂവ് ചെയ്യുന്നു. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിച്ച് വിൽ ടുഗദർ ഗീവ് 1 gram ഈസ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നാജിയ ചെയ്ത് കഴിഞ്ഞോ? ഓപ്ഷൻ എ എന്നിട്ടിട്ടുണ്ട്. ജെഫിൻ ഓപ്ഷൻ എ, ജോസഫ് ഓപ്ഷൻ എ, ദേവിക ഷിജു ആണോ JS? ഓക്കെ. ഇഷ എല്ലാവരും ഓപ്ഷൻ എ ഇട്ടിട്ടുണ്ട്. പുറകിൽ നോക്കിയിട്ടാണോ എ ഇടുന്നത്? ഒരുപാട് എ വരുന്നുണ്ട്. ഇല്ലല്ല, നിങ്ങൾ പഠിച്ചിട്ടല്ലേ ഇടുന്നത് അല്ലേ? അപ്പോൾ ബോർഡിലേക്കൊന്ന് നോക്കാം. ഞാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒരാളെങ്കിലും ഉണ്ടെങ്കിലോ അതുകൊണ്ട് ഞാനിത് പറയുന്നതേ ഉള്ളൂ. നമുക്ക് ബോർഡ് നോക്കാം. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് 9.11 × 10⁻³ അല്ലേ? 31 അല്ലെങ്കിൽ 28. ഇത്രയും ഗ്രാം ആണ് എത്ര ഇലക്ട്രോൺ? ഒരു ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ 1 gram ആണ് ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ വിച്ച് വിൽ ടുഗദർ ബൈ 1 gram എങ്കിൽ 1 gram എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോൺ ആണ്? ആണ് സാർ എക്സ് ഇലക്ട്രോൺസ് എന്ന് എഴുതി. അപ്പോൾ ഇത്രയും ഗ്രാം 1 ഇലക്ട്രോൺ എങ്കിൽ 1 gram എത്ര ഇലക്ട്രോൺ? എക്സ് ഇലക്ട്രോൺ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ എത്ര? 9.11 × 10⁻28 × x ഈക്വൽ ടു 1 × 1. അത് 1 തന്നെ. അപ്പോൾ x ഈക്വൽ എത്ര കിട്ടും മക്കളെ? x ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 9.11 × 10⁻28. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുമോ അതാണ് ആൻസർ വരിക. അത് നിങ്ങൾ ഈ 10⁻28ന് മേളിൽ 10⁻28 ആയിട്ട് എഴുതുക. 1/9 ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ 9.11 ഒക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. 1/9 ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു ആൻസർ അതിനകത്ത് ഉണ്ടാവും. അതനുസരിച്ച് മുന്നോട്ട് പോയാൽ മതിയാവും. ഇനി ഇത് 1/9.11 ഈസി ആയിട്ട് കാൽക്കുലേറ്റർ അടിച്ച് നോക്കുന്ന വിദഗ്ധന്മാരും വിദഗ്ധകളും ഉണ്ടാകാം. അങ്ങനെ ചെയ്യരുത്. ഇത് എൻട്രൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും വിദഗ്ധമായി സാറിനെ പറ്റിക്കരുത്. ഓക്കെ, അടുത്ത ദിവസം ചെയ്യാം. നമുക്ക് ചെയ്തൂടെ? ശരി. ഓക്കെ, അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതാം, അത്രയേ ഉള്ളൂ. സാർ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാൻ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും സ്റ്റഡി മെറ്റീരിയൽ നോക്കണം. ദ റേഷ്യോ ഓഫ് charge to mass of an electron in coulombs per gram was determined by J.J. Thomson. He determined this ratio by measuring the deflection of cathode rays in electric and magnetic field. What value did he find for this ratio? അപ്പം E/M ratio എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. E/M ratio എത്രയാണെന്ന് നമുക്ക് ആൻസർ പറയാം. നാജിയ ഓപ്ഷൻ എ, സിയ ഓപ്ഷൻ എ, ആനി ഓപ്ഷൻ എ,
ദേവിക ഓപ്ഷൻ എ, ആരൺ ഓപ്ഷൻ എ, പാർവതി, റേഹാൻ, റിയ, ഹരികൃഷ്ണൻ എല്ലാവരും ഓപ്ഷൻ എ, ഇഷ ഒക്കെ ഓപ്ഷൻ എ. ഓക്കെ, ദിയ, പ്രണവ്, ഗൗരി. ഓക്കെ, വെരി ഗുഡ്. അപ്പം നിങ്ങൾ എന്താണ് പഠിക്കുന്നു എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ -1.76 × 10⁸ കൂളം/ഗ്രാം ആണ്. 1.76 × 10⁸ കൂളം/ഗ്രാം ആണ്. E/m റേഷ്യോ, ചാർജ് ടു മാസ് റേഷ്യോ. ഓക്കെ, അപ്പോൾ -1.76 × 10⁸ 10⁸ ആണോ 10⁻⁸ ആയിരുന്നോ E/m റേഷ്യോ പഠിച്ചത്? 10⁸. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ഈസ് ഐസോ ഇലക്ട്രോണിക് വിത്ത് CO? യു വെയിറ്റ്. ഓക്കെ, ഐസോ മീൻസ് സെയിം, ഐസോ ഇലക്ട്രോണിക് മീൻസ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ, വിത്ത് CO എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം കാർബൺ മോണോക്സൈഡിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിന് ഐഡന്റിക്കൽ ആയിട്ടുള്ളത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. ആനി ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്, ഓപ്ഷൻ ബി. ജെഫിൻ ഓപ്ഷൻ ബി. സിയ ഓപ്ഷൻ ബി. നിവേദിത ഓപ്ഷൻ ബി. ആരൺ ഓപ്ഷൻ ബി. ഓക്കെ, റേഹാൻ, ദേവനന്ദു, ആദിത്യ എല്ലാവരും ഓപ്ഷൻ ബി ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. സി, കാർബൺ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചേ, കാർബണിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര സാർ? അറ്റോമിക് നമ്പർ 6 ആണ് സാർ. അതുകൊണ്ട് തന്നെ അതിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 6. അതുപോലെ ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ് സാർ. അപ്പോൾ അതിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം എത്ര തന്നെയാണ്? 8. അപ്പോൾ 6 + 8 14. അപ്പോൾ ഐസോ ഇലക്ട്രോണിക് ആകണം. അപ്പോൾ നോക്കി, HF നോക്കി, ഹൈഡ്രജൻ ഇലക്ട്രോണിൻ്റെ എണ്ണം 1, ഫ്ലൂറിൻ്റെത് 9, 9 + 1 10. അല്ല, അയാൾ ഐസോ ഇലക്ട്രോണിക് അല്ല. നൈട്രജൻ, ഒരു നൈട്രജൻ 7, 2 നൈട്രജൻ ആകുമ്പോഴത്തേക്കും 14 കിട്ടുമല്ലോ ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അടുത്ത് N2+ ആകുമ്പോൾ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടെന്നാണ് N2. അപ്പോൾ 14. N2+ 13 വരത്തുള്ളൂ, 13 വരത്തുള്ളൂ. O2-. O2 എന്ന് പറയുമ്പോൾ ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. 2 ആകുമ്പോൾ എത്രയായി? 16 ആയി. O2- എന്ന് പറയുമ്പോഴത്തേക്കും 17 ആയി. ഞാൻ അതെ, +1. അപ്പോൾ 17 ആയി. അപ്പോൾ ആക്ച്വലി ഞാൻ എല്ലാ ഓപ്ഷൻസും ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം കംഫർട്ടബിൾ ആയിട്ടിരിക്കാനാണ്. നിങ്ങൾ മസ്റ്റായും നാളെ നിങ്ങളോട് ഞാൻ എക്സാമിനേഷൻ 25 ക്വസ്റ്റ്യനും ചെയ്ത് എല്ലാ ക്വസ്റ്റ്യനും ശരിയാക്കി എന്നെ ഹാപ്പിയാക്കണം. അതോടൊപ്പം നിങ്ങളുടെ ലെവൽ അങ്ങനെ കൂട്ടണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ എ പാർട്ടിക്കിൾ വിച്ച് ക്യാരീസ് എ ചാർജ് ഓഫ് 5.5 × 10⁻16 കൂളംബ് എന്നാണ്. 5.5 × 10⁻16 കൂളംബിന് ആണ് ചാർജ് എങ്കിൽ അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് നല്ല ക്വസ്റ്റ്യൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ചെയ്തു നോക്കിയേ. നാജിയ ഓപ്ഷൻ എ. ജോസഫ് ഇട്ട ഓപ്ഷൻ ഞാൻ കണ്ടില്ല. കഴിഞ്ഞോ? വരൂ, ബോർഡ് നോക്കൂ. വാ, എല്ലാവരും നോക്ക്. ഇനി ചെയ്യണ്ട മക്കളെ. 1.602 × 10⁻⁻19 കൂളംബാണ് എത്ര ഇലക്ട്രോൺ? 1 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആണ് അത്രയും. മനസ്സിലായില്ലേ? എന്നാൽ 5.5 × 10⁻⁻ എത്ര? 10⁻16 അല്ലേ? അത്രയാണെങ്കിൽ ഹൗ മെനി ഇലക്ട്രോൺ? X ഇലക്ട്രോൺ. ഇത്രയേ ഉള്ളൂ മക്കളെ. എത്ര എളുപ്പമാണ്. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഇത്ര എങ്കിൽ ഇത്രയും ചാർജിൽ ഇത്ര. അപ്പോൾ 1.6 × 10⁻⁻19 × X = 5.5 × 10⁻⁻16 × 1. അഥവാ X = 5.5 × 10⁻⁻16 ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19 = എന്ത് കിട്ടും മക്കളെ? 5.5 ഡിവൈഡ് ബൈ 1.6 ചെയ്യണം. എത്ര കിട്ടും? അതെ, ഇൻറ്റു 10⁻4 അല്ല 3 എന്ന് വരും അല്ലേ? ഓക്കെ, 5.5 ഡിവൈഡ് ബൈ 1.6 ചെയ്തിട്ട് പറയൂ എത്ര കിട്ടിയെന്ന്.
3.432 ആയിക്കോട്ടെ. അപ്പോൾ 3.432 ഇനി 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10⁻³ മീൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 3 പ്ലേസ് മാത്രം മാറ്റി ഡെസിമൽ ഇട്ടാൽ മതി. അപ്പോൾ 3432 എന്ന് വരും. ഓക്കെ, 3432. സോ 3432 നിങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നിയർ ബൈ ആൻസർ ഉണ്ടോന്ന് നോക്കിയാൽ മതി. ഉണ്ടോ? ഉണ്ട്. ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ എ. നിങ്ങൾക്ക് മനസ്സിലായോ? ഇട്ടാ ഒരു കുഴപ്പമില്ല. അപ്പം ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് വരുമെന്നേ ഉള്ളൂ. ഇതിന് ഓൾമോസ്റ്റ് അടുത്ത് തന്നെ കിട്ടും. 3-4 സംതിങ് കിട്ടും. അത് കുഴപ്പമില്ല മക്കളെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം 1.602 ഇട്ടാണ് ആക്ച്വലി ചെയ്യേണ്ടത്. ബട്ട് വെൻ വി ഡു എൻട്രൻസ് പ്രോബ്ലംസ് നമുക്ക് അറിയാം 1.602 ഒക്കെ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുന്നത് കുട്ടികൾക്ക് പൊതുവേ ഡിഫിക്കൽട്ടാണ്, കാരണം കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ. അപ്പോൾ നോർമലി എൻട്രൻസ് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ കഴിയില്ല. ആ സമയത്ത് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 1.602നെ 1.6 ഒക്കെ എടുത്താൽ മതിയാവും. ഓക്കെ, ക്ലിയർ? ഓക്കെ, എല്ലാവരും ഓക്കെ ആണല്ലോ? പറതി മനസ്സിലായില്ലേ ഇതൊക്കെ? എന്തേ ആദിത്യ പറഞ്ഞോടാ? ഓ ശരിയാണ്, അത് മറന്നു ഇടാം. അന്ന് പിന്നെ ഇവിടെ ആണെങ്കിൽ ഇതിൻ്റെ PDF ഇടാം, അല്ലെങ്കിൽ ഇപ്പോൾ അയച്ചു തരായിരുന്നു. ഞാൻ ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്താൽ മതി. ഇത് റെക്കോർഡ് ചെയ്യും. നാളെ മറ്റന്നാളെ ഒന്ന് അമ്മ അടുത്തൊന്ന് പറയുമോ? അത് വഴി ഒന്ന് ഇവിടെ പറഞ്ഞാൽ ഇവിടെ നിന്ന് മെറ്റീരിയൽ കിട്ടും, വാങ്ങിക്കുമോ? ശരി ശരി, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ നമ്പർ 6 അല്ലേ? Match the values of column 1 with the column 2 with the column 1 and mark the appropriate choice. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. വാ മക്കളെ. എന്താ പ്രത്യേകത? മാസ് ഓഫ് ഇലക്ട്രോൺ എ ആരുമായിട്ട് മാച്ച് ചെയ്യും? വേഗം പറഞ്ഞേ. ആനി ഓപ്ഷൻ ബി ഇട്ടിട്ടുണ്ട്, ജോസഫ് ഓപ്ഷൻ ഡി, ജെഫിൻ ഓപ്ഷൻ 3. ആയിക്കോട്ടെ. മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻31 കിലോഗ്രാം. എ എന്ന് പറയുന്നത് 3. A3 വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ബി ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞു, ശരിയല്ലേ? ഓക്കെ. അടുത്ത് മാസ് ഓഫ് പ്രോട്ടോൺ എത്ര? ഇനി ഓപ്ഷൻ നോക്കി ആൻസർ പറയരുത്. ഓക്കെ, 1.673 ഇൻറ്റു. ഓക്കെ, ആയിക്കോട്ടെ. ചാർജ് ഓഫ് ഇലക്ട്രോൺ -1.602 × 10⁻19 കൂളം. E/m റേഷ്യോ 1.76 × 10⁸ കൂളം പെർ ഗ്രാം. അത് മൈനസ് ഇട്ടാലും കുഴപ്പമില്ല, കാരണം ഇലക്ട്രോണിൻ്റെ ചാർജ് മൈനസ് ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസിൽ ഡിഫിക്കൽട്ടി ഒന്നുമില്ലല്ലോ മക്കളെ? ഉണ്ടോ? No. Okay. So moving to the next question. The atom models in a base ചെയ്തിട്ടുള്ള question ആണ്. So which of the following conclusions regarding the structure of atom is based on Rutherford's alpha particle scattering experiment എന്നാണ് question അല്ലേ? Which of the following conclusions regarding the structure of atom is based on the Rutherford's alpha particle scattering experiment? നാജിയ, ആനി, നന്ദന, സിയ, ജോസഫ്, അഗസ്റ്റിൻ, then ജെഫിൻ, റിയ, ഇവരെല്ലാം ഓപ്ഷൻ എ ഇട്ടിട്ടുണ്ട്. ദ പോസിറ്റീവ് ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ വെരി സ്മോൾ വോളിയം ഓഫ് ദി ആറ്റം. ഓക്കെ, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടുന്നതാണോ? അടുത്തത് ദ പോസിറ്റീവ് ചാർജ് ഈസ് സ്കാറ്റേർഡ് വിത്ത് ഇലക്ട്രോൺസ് ത്രൂ ഔട്ട് ദ ആറ്റം. അത് തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. അടുത്തത് ദ വോളിയം ഒക്കുപ്പൈഡ് ബൈ ദ മോളിക്യൂൾ ന്യൂക്ലിയസ് ഈസ് ഹാഫ് ഓഫ് ദ വോളിയം ഓഫ് ദി ആറ്റം. അങ്ങനെയല്ല. അതുപോലെ എന്താണ് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആറ്റം ഈസ് ഒക്കുപ്പൈഡ് ബൈ ദ ന്യൂട്രോൺസ്. അങ്ങനെയോ അല്ല. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ദ ആറ്റം ഈസ് എംപ്റ്റി എന്നാണ് പഠിച്ചത്. ആൻഡ് ഓൾ ദ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് ദ സ്മോൾ റീജിയൻ കോൾഡ് ന്യൂക്ലിയസ്. ദ പോസിറ്റീവ് ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ വെരി സ്മോൾ വോളിയം അല്ലേ ഓഫ് ദി ആറ്റം. അതിനാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ആണ്. വെരി ഗുഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എവിടെ ആരും ഇല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ശരി, ഞാൻ സാർ വായിക്കുമ്പോൾ കൂടെ വായിക്കാം മക്കളെ. അതാണ് സാറിന് കംഫർട്ടബിൾ. അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ പിന്നെ ഞാൻ ഡിസ്കംഫർട്ട് ആവും. അപ്പോൾ സാറിനോടൊപ്പം വായിച്ചാൽ മതി. നിങ്ങൾ എന്താണ് അടുത്ത ക്ലാസ് തൊട്ട് ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതി കാണിക്കും. ആ ക്വസ്റ്റ്യൻ അത് നോക്കിയിട്ട് നിങ്ങൾ വായിച്ച് ആൻസർ പറഞ്ഞാൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ. എങ്കിൽ നിങ്ങളുടെ സ്പീഡ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. So which of the following observation was not correct during the Rutherford scattering experiment? എന്തൊക്കെയാണ്? മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ് ടു ദ ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. കറക്റ്റ് ആണല്ലോ അല്ലേ? മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ് ടു ദ ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. കറക്റ്റ് ആണല്ലോ അത്?
Yes, sir. A small fraction of the alpha particle was deflected by small angles. Correct ആണല്ലോ? Yes, sir. Yes, sir. A large number of alpha particles were bounced back. തെറ്റാണല്ലോ? Yes, sir. A very few alpha particle 1 in 20,000 were bounced back. അത് കറക്റ്റ് ആണല്ലോ? Yes, sir. അപ്പോൾ നിങ്ങളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചത് എന്തെന്നാണ്? റോങ് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ്, വിച്ച് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ്. ദ ലാർജ് നമ്പർ ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ വെർ ബൗൺസ് ബാക്ക് എന്നുള്ള ഓപ്ഷൻ സി ആണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ക്ലിയർ? Yes, sir. Okay. Yes, sir. Question number 9. How many neutrons are there in strontium? Strontium 38, 88. Number of neutrons ആണ് കണ്ടുപിടിക്കേണ്ടത്. ഐഡിയ സാറ് ക്ലാസ്സിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എത്രയും വേഗം ആൻസർ പറയുക. ആൻസർ കണ്ടില്ല, പക്ഷെ എന്താണ് ഓപ്ഷൻ ബി എല്ലാവരും ഇട്ടിട്ടുണ്ട്. ഓപ്ഷൻ ബി 50 എന്ന് എഴുതിയിട്ടവരുണ്ട്. ആയിക്കോട്ടെ. എങ്ങനെയാണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കുക? സാർ നമ്പർ ഓഫ് ന്യൂട്രോൺസ് വെരി സിമ്പിൾ ആണ് സാർ. Minus atomic number. Mass number is 88, atomic number 38. So 88 minus 38 is 50. It's a very simple question. So I'm moving to the next question, question number 10. An element with the mass number 81 contains 31.7% more neutrons as compared to proton. Find the symbol of the atom. നല്ല ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, നിങ്ങൾക്ക് 1 മിനിറ്റ് ഞാൻ എന്തായാലും സമയം തരുന്നുണ്ട്. നിങ്ങൾ അതിബുദ്ധിമാന്മാർ ആരെങ്കിലും ഉണ്ടോ എന്നറിയാം. പുറകിൽ എക്സ്പ്ലനേഷൻ ഉണ്ട്, നൈസായിട്ട് നോക്കരുത്. അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ ചെയ്യുക. Nadia option B. Sia option B. Okay, Shraddha Krishna option B. ശരി, അപ്പം ഞാൻ ചെയ്യാം. നോക്കി എല്ലാവരും ക്വസ്റ്റ്യൻ നോക്കി വായിച്ചു നോക്കും. ആൽ എലമെൻറ്റ് വിത്ത് മാസ് നമ്പർ 81, മാസ് നമ്പർ ഉണ്ട് 81, contains 31.7% more neutrons as compared to protons. Find the symbol of the atom. അതാണ് ക്വസ്റ്റ്യൻ. മാസ് നമ്പർ എത്ര പറഞ്ഞേ? 81. മാസ് നമ്പർ 81. എന്തായാലും ന്യൂട്രോൺ പ്ലസ് പ്രോട്ടോണിൻ്റെ എണ്ണമാണ് മാസ് നമ്പർ. അതാണ് 81. ഡൗട്ടില്ലല്ലോ? No, sir. No. എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻ എലമെന്റ് വിത്ത് മാസ് നമ്പർ 81 contain 31.7% മോർ ന്യൂട്രോൺസ് ആസ് കമ്പയർഡ് ടു പ്രോട്ടോൺസ് എന്നാണ്. സോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു എക്സ് എന്നിരിക്കട്ടെ. എങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്? ന്യൂട്രോൺസ് എത്രയാ? 31.7% മോർ ദാൻ പ്രോട്ടോൺസ് എന്നാണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം എക്സ് പ്ലസ് അതാണ് മോർ. എത്ര മോറാണ്? 37%. ആരുടെ? പ്രോട്ടോണിൻ്റെ എണ്ണത്തിൻ്റെ. അപ്പോൾ 37/100. 31.7, sir. സോറി, 31.7. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു എക്സ്, നമ്പർ ഓഫ് ന്യൂട്രോൺ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് അതാണ് മോർ ദാൻ. മോർ മീൻസ് എത്ര പ്രോട്ടോൺ ഉണ്ടോ അതിനേക്കാൾ അതിൻ്റെ 31.7% കൂടുതലുണ്ട്. സാർ ബോൾ എഴുതിയത് കൃത്യമായിട്ട് മനസ്സിലായോ? Yes, sir. ഇനി വന്നേ, ഈ ഇതെത്ര കിട്ടും നമുക്ക്? ഇത് നമുക്ക് വേണമെങ്കിൽ എക്സ് കോമൺ എടുക്കാം. സോ എക്സ് ഇൻറ്റു
ഒരു മിനിറ്റ് മക്കളെ. 1 + 31.7 ഡിവൈഡഡ് ബൈ 100 അല്ലേ. സോ എക്സ് ഇൻറ്റു ഈ 100 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.317. അപ്പോൾ എത്ര കിട്ടും? ഇത് 1 ഇൻറ്റു 1.317 അല്ലേ, അഥവാ 1.317 എക്സ് എന്ന് കിട്ടും. ക്ലിയർ ആണോ അല്ലേ? ഓക്കെ. അപ്പം ന്യൂട്രോണിൻ്റെ എണ്ണം 1.317 എക്സ് പ്ലസ് പ്രോട്ടോണിൻ്റെ എണ്ണം എക്സ് ഇസ് ഈക്വൽ ടു എത്ര? 81 എങ്കിൽ എക്സ് എത്ര? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് കോമൺ എടുക്കാം. കോമൺ എടുത്തു കഴിഞ്ഞാൽ 1.317 + 1 ഇസ് ഈക്വൽ ടു 81. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 81 ഡിവൈഡഡ് ബൈ എത്രടാ? 2.317. 81 ഡിവൈഡ് ബൈ 2.317 കണ്ടുപിടിക്കും മക്കൾ. എത്ര കിട്ടും? /2.317 2.317 വേഗം പറയൂ. ഓൾമോസ്റ്റ് കിട്ടിയാൽ മതി. ആൻസർ പറഞ്ഞോ. 34.95 ആണെങ്കിൽ നിങ്ങൾ 35 എന്ന് എടുത്തോളൂ. റൗണ്ട് ഓഫ് ചെയ്യാമോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ. അപ്പോൾ അറ്റോമിക് നമ്പർ 35 വരുന്ന ആളുണ്ടോ എന്ന് നോക്കണം. എക്സ് എന്താ? എക്സ് നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ അറ്റോമിക് നമ്പർ 35, മാസ് നമ്പർ 81. അപ്പം 35 81 വരുന്നത് ബ്രോമിൻ ആണ്. ഉണ്ടോ സിമ്പിൾ? ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഓപ്ഷൻ ബി. ഒരു മിനിറ്റ് മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചേ. സാർ പറഞ്ഞു തന്നത് ഇത്രയാണ്. വളരെ ക്ലിയർ ആയിട്ടാണ് സാറ് പറഞ്ഞത്. മാസ് നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ പ്ലസ് പ്രോട്ടോൺ, അതാണ് 81. പ്രോട്ടോൺ എക്സ് ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് എക്സ് പ്ലസ് അതിൻ്റെ 30 എന്നാണ് 1.7%. അപ്പം ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടി, പ്രോട്ടോൺ കിട്ടി. ആഡ് ചെയ്യുക, എക്സ് കണ്ടുപിടിക്കുക. ആ എക്സ് ആണ് നമ്പർ ഓഫ് പ്രോട്ടോണിൻ്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. അപ്പോൾ 34.95 കിട്ടി. ഒരു സംശയം വേണ്ട, റൗണ്ട് ഓഫ് ചെയ്ത് 35 ആക്കാൻ. അറ്റോമിക് നമ്പർ എപ്പോഴും ഹോൾ നമ്പറായിട്ടേ വരത്തുള്ളൂ. അപ്പോൾ 35 എന്ന് സാർ റൗണ്ട് ഓഫ് ചെയ്തു. 35 ഉള്ള ആളുണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് 34 ആണ്, ഓപ്ഷൻ ബി 35 ആണ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് 36 ആണ്, മറ്റേ 37. അപ്പോൾ നമുക്ക് ആൻസർ 35 ആണ്. പിന്നെ അവിടെ മാസ് നമ്പർ 81 തന്നെ. ഓക്കെ, ബ്രോമിൻ ആണ് എൻ്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്നോ ഇല്ലെന്നോ? എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ, മനസ്സിലായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ സാറ്? ഓക്കെ. സോ വാ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. അത് ബോർ മോഡലും അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11 എന്താ? ദ ഇലക്ട്രോൺ ഇൻ ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് പിക്ചേർഡ് ആസ് റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഓർഡർ ഫോർ ഇറ്റ് ടു എന്തിനാണ്? ദ ഇലക്ട്രോൺ ഇൻ ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് പിക്ചേർഡ് ആസ് റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് അല്ലേ. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നതായിട്ടാണ് ബോർ മോഡലിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ എടുത്താൽ. എന്തിനാണ് കിടന്ന് കറങ്ങുന്നത്? എമിറ്റ് പ്രോട്ടോൺസിനാണ്. കീപ് ഫ്രം ബീയിങ് പുൾഡ് ഇൻ ടു ദ ന്യൂക്ലിയസ്, കീപ് ഫ്രം ബീയിങ് റിപ്പൾഡ് ബൈ ദ ന്യൂക്ലിയസ്, പൊസസ് എനർജി. എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അതിങ്ങനെ സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്യുമ്പോൾ എന്താണ് ഒരു പ്രത്യേകതയുണ്ട്. ആ റിവോൾവ് ചെയ്യുമ്പോൾ അവിടെ ഒരു എന്താണ് ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ഫോർ പൊസസിങ് എനർജി. അത് കറക്റ്റ് ആവുമോ? എന്താ കീ ഇട്ടിരിക്കുന്നത്? 11ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 11ൻ്റെ കീ ഇട്ടിരിക്കുന്നത് DN അല്ലേ. സോ ഇലക്ട്രോൺ ഇൻ ബോർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് പിക്ചേർഡ് ആസ് റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ മറ്റേത് റുദർഫോർഡിലാണ് എന്ന് പറയുന്നത് അല്ലേ. ഇൻ ഓർഡർ ഫോർ ഇറ്റ് ടു പൊസസ് എനർജി. അതെ, ബോർ മോഡലാണ്. അപ്പം ഓരോ എന്താണ് ഷെല്ലിലും കിടന്ന് കറങ്ങുന്നുണ്ട്. അതിന് ഡെഫിനറ്റ് എനർജി ഉണ്ട്. അതുപോലെ അതിനെ നമ്മൾ സ്റ്റേഷണറി സ്റ്റേറ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ എനർജി ലെവൽ എന്ന് വിളിക്കും. വെരി ഗുഡ്. സോ പൊസസ് എനർജിയാണ്. ഞാൻ മനസ്സിൽ റുദർഫോർഡ് വന്നു, അതാണ് എനിക്ക് കൺഫ്യൂഷൻ തോന്നിയത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12 പോകാം. 12 എന്താ? വാട്ട് വിൽ ബി ദ വേവ് നമ്പർ ഓഫ് യെല്ലോ റേഡിയേഷൻ ഹാവിങ്
വേവ് ലെങ്ത് 240 നാനോമീറ്റർ. ഓക്കെ, പ്രോബ്ലമാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടെത്തേണ്ടത് വേവ് നമ്പർ ആണ്. വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേവ് ലെങ്ത് ആൻഡ് വേവ് നമ്പർ? It's C by lambda. R with is H. വാട്ട് ഈസ് ദ, എല്ലാവർക്കും പറയാം. 1 by lambda. അതെ, വേവ് നമ്പർ ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1 by lambda. ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എത്രയും വേഗം ചെയ്യുക, എന്നിട്ട് ആൻസർ പറയുക. Ani option B, Najia option B, Rehan option B, Sia option B, Joseph. ബാക്കിയുള്ളവരൊക്കെ എന്താ ആവേശം ഇല്ലാത്തത്? വേഗം വേഗം ആവട്ടെ. റോയൻ എന്നാണ് ഓപ്ഷൻ ബി, ദേവിക, പാർവതി, ഗൗരി, ദേവനന്ദു, ദിയ ഒക്കെ ഓപ്ഷൻ ബി. ഓക്കെ, ആരുൺ, എല്ലാവരും ആൻസർ ഇടണം. ശ്രീദേവേ ആൻസർ എന്താ? ആയിക്കോട്ടെ. പ്രണവ് ഓപ്ഷൻ ബി, ശ്രദ്ധ ഓപ്ഷൻ ബി, ആദിത്യ ഓപ്ഷൻ ബി, അനന്യ ഓപ്ഷൻ എ. ഓക്കെ, ആയിക്കോട്ടെ. വന്നേ, ഹരികൃഷ്ണ, റിയ, ഷാജി ഒക്കെ ഓപ്ഷൻ ബി. ന്യൂ ബാർ സീക്വൽ ടു 1 by lambda. ഇത്ര സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ന്യൂ ബാർ സീക്വൽ ടു 1 divided by ലാംഡ. എത്ര മക്കളെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ? 240. എന്തോന്ന്? നാനോമീറ്റർ. ആൻസർ നാനോമീറ്ററിലല്ലല്ലോ, ആൻസർ എന്തിലാണ് എടുക്കണമെന്ന് നോക്ക്, മീറ്ററിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 1 divided by 240 ഇൻറ്റു നാനോമീറ്ററിനെ മീറ്ററിലാക്കണം, 10⁻⁹ മീറ്റർ. 1 by 240 ചെയ്ത് കണ്ടുപിടിക്കണം. ഇൻറ്റു ഈ 10⁻⁹ മേളിൽ പോകുമ്പോൾ 10⁹ ആവും. അത്രയും മീറ്റർ ചെയ്ത് കണ്ടുപിടിക്കുമല്ല. കിട്ടിയായിരുന്നോ നിങ്ങൾക്ക്? BLA കിട്ടിയത് എല്ലാവർക്കും? ഓക്കെ, ശ്രീദേവ ചെയ്തോളൂല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. മാർക്ക് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാം സാർ വായിക്കാം, വായിച്ചതിന് ശേഷം നിങ്ങൾ ആൻസർ ഇട്ടാൽ മതിയേ. There is no time lag between the striking of light beam and the ejection of electron from the metal surface. Regarding അത് ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രോൺ വന്ന് ഇടിക്കുന്നു, അടുത്ത നിമിഷം അല്ലെങ്കിൽ അതേ നിമിഷം തന്നെ ലൈറ്റ് വന്ന് ഇടിക്കുന്നു, ആ നിമിഷം ഇലക്ട്രോണുകൾ പുറത്തേക്ക് ചാടുന്നു. അതുകൊണ്ട് ഓപ്ഷൻ എക്ക് ഒരു കുഴപ്പവുമില്ല. ദർ ഈസ് നോ ടൈം ലാഗ്. വന്നിടിച്ചു കുറേ കഴിഞ്ഞിട്ടല്ല ഇലക്ട്രോൺ പോകുന്നത്, ഇടിച്ചാൽ അപ്പോൾ ഇലക്ട്രോൺ പുറത്ത് ചാടും. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അത് പൊട്ടത്തെറ്റാണ്, നിങ്ങൾക്കറിയാം. ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി എന്നല്ലേ പഠിച്ചത് നിങ്ങൾ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആയിക്കോട്ടെ. ഓപ്ഷൻ സി, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് നോട്ട് ഒബ്സർവ്ഡ് ബിലോ ത്രഷോൾഡ് ഫ്രീക്വൻസി. ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് താഴെയുള്ള ഫ്രീക്വൻസി കൊടുത്താൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാകില്ല. സാർ പഠിപ്പിച്ചു തന്നായിരുന്നു. ന്യൂ ലെസ് ദാൻ ന്യൂ സീറോ, ന്യൂ ഈക്വൽ ടു ന്യൂ സീറോ, ന്യൂ ഗ്രേറ്റർ ദാൻ ന്യൂ സീറോ. ഓർമ്മയുണ്ടോ ആ പോയിന്റുകളൊക്കെ? ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണെങ്കിൽ എന്തില്ല? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇല്ല. ത്രഷോൾഡ് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ട്. ആൻഡ് ദ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് വിത്ത് സീറോ വെലോസിറ്റി എന്നൊക്കെ സാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. അതുപോലെ ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ ത്രഷോൾഡ് ഫ്രീക്വൻസി ആണെങ്കിൽ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് വിത്ത് എ ക്യാരക്ടറിസ്റ്റിക് വെലോസിറ്റി എന്നൊക്കെ സാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ മക്കളെ? ഓക്കെ, അതാണ് പറഞ്ഞത്. ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ നന്നായി ദയവായി പഠിക്കുക. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യനൊക്കെ വേറെ ഹയർ ലെവൽ ചോദിച്ചാലും സാർ പറഞ്ഞ ഐഡിയ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ എക്സ്ട്രാ പറഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇതെല്ലാം NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ്. ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് ബോർഡ് എക്സാമിനേഷനും എൻട്രൻസിനും ഇപ്പോൾ ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 14ലേക്ക് സാർ മൂവ് ചെയ്യുന്നു. വാട്ട് വിൽ ബി ദ എനർജി ഓഫ് 1 photon ഓഫ് റേഡിയേഷൻ ഹൂസ് ഫ്രീക്വൻസി ഈസ് 5 × 10⁻14 Hz? So what is the equation to find out the energy if you are provided with the frequency? E is equal to h nu. എല്ലാവരോടും പഠിച്ചിട്ട് വരാനാണ് പറഞ്ഞത്, എല്ലാവരും പഠിക്കാതെയാണ് വന്നിരിക്കുന്നത്. E is equal to h nu. അപ്പോൾ E is equal to h എന്താ?
പ്ലാന്റ്സ് കോൺസ്റ്റന്റ്. അതിന് വാല്യൂ ഇല്ലല്ലോ. ഉണ്ട്. ഉണ്ടെങ്കിൽ എത്രയാണെന്ന് പറയൂ. 6.6 ജൂൾ സെക്കൻഡ് അല്ലടാ. ഇൻറ്റു വാട്ട് ഈസ് ദ ഫ്രീക്വൻസി? 5 × 10⁻14. എന്തോന്ന്? ഹെർട്സ്. അത് സെക്കൻഡ് റേസ് -1 ഹെർട്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പം മക്കളെ സെക്കൻഡും സെക്കൻഡ് റേസ് -1 ക്യാൻസൽ ആയി പോയടാ. ബാക്കി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ജൂളിൽ ആൻസർ കിട്ടിക്കോളും. ചെയ്യാൻ പറ്റൂലേ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എത്രയും വേഗം ചെയ്യുക, ആൻസർ വിളിച്ച് പറയുക. Ani option B, Aisha option B, Joseph option B, Najia, Chris, Zia, Jeffin, Rehan, Devika, Ananya, Paradi, Gauri, Nandana, Aaron, Riya, Sridev, Abhinav. ഇതെല്ലാം ഓപ്ഷൻ ബി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാൻ സാറിന് മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. വാ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം മക്കളെ. വാ, ക്വസ്റ്റ്യൻ നമ്പർ 15. ദ സ്പെക്ട്രം ഓഫ് വൈറ്റ് ലൈറ്റ്. ആരോ അൺമ്യൂട്ട് ആണല്ലോ, ശ്രീദേവ. ഓക്കെ. ദ സ്പെക്ട്രം ഓഫ് വൈറ്റ് ലൈറ്റ് റേഞ്ചിങ് ഫ്രം റെഡ് ടു വയലറ്റ് ഈസ് കോൾഡ് എ കണ്ടിന്യൂസ് സ്പെക്ട്രം. ബിക്കോസ് എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്? മഴവില്ലിന് ഓർമ്മയുണ്ടായിരിക്കും. വയലറ്റ് ടു അല്ലെങ്കിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എല്ലാം ബ്ലെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയത്. നമുക്ക് വായിച്ചു നോക്കാം. ഡിഫറെൻറ്റ് കളേഴ്സ് ആർ സീൻ ആസ് ഡിഫറെൻറ്റ് ബാൻഡ് ഇൻ ദ സ്പെക്ട്രം. അതുകൊണ്ടാണോ കണ്ടിന്യൂസ് ആയത്? ദ കളർ കണ്ടിന്യൂസ്ലി അബ്സോർവ് എനർജി ടു ഫോം എ സ്പെക്ട്രം. അതുകൊണ്ടാണോ? ദ വയലറ്റ് കളർ മെർജസ് ഇൻ ടു ബ്ലൂ, ബ്ലൂ ഇൻ ടു ഗ്രീൻ, ഗ്രീൻ ഇൻ ടു യെല്ലോ ആൻഡ് സോ ഓൺ. അതുകൊണ്ടല്ലേ അങ്ങനെ മെർജ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടല്ലേ കണ്ടിന്യൂസ് ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്ക് ഗ്യാപ്പ് വരത്തില്ലേ? എങ്കിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആവില്ലേ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അതായത് നമ്മൾ എന്താണ് റെയിൻബോ കാണുമ്പോൾ വയലറ്റ് മുതൽ റെഡ് വരെ ഉണ്ട്. അത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വയലറ്റ് ഫെയ്ഡ് ചെയ്ത് വരുന്നുണ്ട്, അത് കഴിഞ്ഞ് അടുത്ത കളർ സ്റ്റാർട്ട് ചെയ്യും. അല്ലാതെ വയലറ്റ് കഴിഞ്ഞു കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് എന്താണ് വയലറ്റ്, ഇൻഡിഗോ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട്, അങ്ങനെ അല്ലല്ലോ. അങ്ങനെ അല്ല, അവരെല്ലാം ചേർന്നായിരിക്കുന്നത്. അതാണ് കണ്ടിന്യൂസ് സ്പെക്ട്രം. സോ ദ വയലറ്റ് കളർ മെർജസ് ഇൻ ടു ബ്ലൂ, ബ്ലൂ ഇൻ ടു ഗ്രീൻ, ഗ്രീൻ ഇൻ ടു യെല്ലോ ആൻഡ് സോ ഓൺ. And the next question, question number 16. Option B എന്താ? അല്ലല്ല, വരൂല. The colors continuously absorb energy to form a spectrum. കണ്ടിന്യൂസ് ആയിട്ട് അബ്സോർബ് ചെയ്തിട്ട് സ്പെക്ട്രം ഉണ്ടാക്കുന്നത് കൊണ്ടല്ല കണ്ടിന്യൂസ് സ്പെക്ട്രം ആകുന്നത്. കണ്ടിന്യൂസ് സ്പെക്ട്രം മീൻസ് കിട്ടുന്ന സ്പെക്ട്രത്തിൽ ആ സ്പെക്ട്രം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ അറ്റോമിക് സ്പെക്ട്രം ആണെങ്കിൽ ലൈൻസ് ആണ് കിട്ടുക. ലൈൻസ് മീൻസ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ലൈൻസ് ആണ്. അപ്പം ബ്രൈറ്റ് ലൈൻസ് ആണ് നമ്മൾ എടുക്കുക, അതിനിടയ്ക്ക് ഡാർക്ക് കൊണ്ടുണ്ട്, അത് ഗ്യാപ്പായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് അത് ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ വിബ്ജിആർ എന്ന് പറയുമ്പം വയലറ്റ് മുതൽ റെഡ് വരെ പോകുമ്പോൾ അവിടെ എന്താണ് ഈ പറഞ്ഞതുപോലെ എന്താണ് എല്ലാ കളറും മെർജ് ചെയ്താണ്ടിരിക്കുന്നത്, ബ്ലെൻഡ് ചെയ്താണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഓക്കെ. Question number 16. Compare the energies of two radiations, E1 with wavelength 800 nanometer and E2 with wavelength 400 nanometer. ഒന്ന് ബോർഡ് നോക്കിയേ. എനർജിയും വേവ് ലെങ്തും തമ്മിൽ എന്താണ് റിലേഷൻ? പറയൂ. ആയിക്കോട്ടെ, കറക്റ്റാണ്. E is equal to എന്താണ്? H nu എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അഥവാ E is equal to H into C by lambda എന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ E1 is equal to HC by lambda 1, E2 is equal to HC divided by lambda 2. ഇവിടെ 1 ഇൻറ്റു ഇടാത്തത് C കോൺസ്റ്റൻ്റ് ആണ്, H കോൺസ്റ്റൻ്റ് ആണ്. സാർ റേഷ്യോ എടുത്താൽ E1 ഡിവൈഡഡ് ബൈ E2 is equal to 1 by lambda 1, 1 by lambda 2. അപ്പോൾ lambda 2 by lambda 1 എന്ന് കിട്ടും. ഈ റിലേഷൻഷിപ്പ് ഓൾറെഡി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നതാണ്. ഞാൻ എന്തായാലും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാണ്. ആർക്കെങ്കിലും ഓർമ്മ ഇല്ലെങ്കിൽ ഓർമ്മ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഫെമിലിയാരിറ്റി വീണ്ടും വരുമല്ലോ മക്കളെ, വീണ്ടും കേൾക്കുമ്പോൾ വീണ്ടും പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സാർ ഇപ്പോൾ അങ്ങനെ ചെയ്തത്. സോ E1 by E2 is equal to lambda 2 by lambda 1.
ഇത് ബൈഹാർട്ട് ചെയ്ത് ഓർമ്മയില്ലാത്തവർ ഈ രീതിയിൽ ഇവിടെ എത്തി ഈ ഇക്വേഷൻ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ ജെഫിൻ ഓപ്ഷൻ സി ഒക്കെ ഇട്ടിട്ടുണ്ട്, ബാക്കിയുള്ളവർ ചെയ്യുക. E1/E2 = λ2/λ1. ചെയ്ത ആൻസർ പറയും. പാർവതി ഓപ്ഷൻ സി, നാജി ഓപ്ഷൻ സി, ആനി ഓപ്ഷൻ സി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. E1/E2 E1 സോറി ഓക്കെ E1 ഡിവൈഡഡ് ബൈ E2 = എത്രയാണ്? λ2/λ1 അല്ലേ? λ2 ഓടെ മക്കളെ, λ2 400 നാനോമീറ്റർ ഡിവൈഡ് ബൈ 800 നാനോമീറ്റർ. സോ E1 ഡിവൈഡ് ബൈ E2 = എത്ര? 1/2 എന്ന് കിട്ടും. അപ്പോൾ E2 എന്ന് പറയുന്നത് എത്ര കിട്ടും? 2E1. 2E1 = E2, അഥവാ E2 = 2E1. അപ്പോൾ E2 = 2E1. ഇതൊക്കെ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഓക്കെ ആണല്ലോ? ഓക്കെ, യെസ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 17. Electromagnetic radiation of wavelength 240 nanometer is just sufficient to ionize the sodium atom. What is the ionization energy of sodium per atom ആണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് 242 നാനോമീറ്റർ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇലക്ട്രോൺ ചാടിപ്പോകും. ആയിക്കോട്ടെ, ചാടിപ്പോയിക്കോട്ടെ. എങ്കിൽ വാട്ട് ഈസ് ദ അയോണൈസേഷൻ എനർജി? അപ്പം അയോണൈസ് ചെയ്യാൻ എത്ര വേണമെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വേവ് ലെങ്ത് ആയിട്ടാണ് തന്നിരിക്കുന്നത്. നമ്മൾ അതിനെ എനർജി ആക്കണം. എങ്ങനെ വേവ് ലെങ്തിന് എനർജി ആക്കുക? ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. E = h/c/λ. ഇതല്ലേ എനർജിയും ലാംഡയും തമ്മിലുള്ള ഇക്വേഷൻ? അപ്പോൾ എനർജി ആക്കി മാറ്റാൻ വരൂ. H എത്ര മക്കളെ? 6.625 അല്ലെങ്കിൽ 626 × 10⁻34 ജൂൾ സെക്കൻഡ്. Okay, into c velocity of light 3 × 10⁸. എവിടെ പോയി? 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ലാംഡ എത്ര മക്കളെ? എന്താ യൂണിറ്റ്? 242 നാനോമീറ്റർ. അപ്പൊ 10⁻⁹ മീറ്റർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഈ മീറ്ററും ക്യാൻസൽ ആവും. സെക്കൻഡ് റേഷൻ ക്യാൻസൽ ആയി പോവും. അപ്പൊ എനർജി നമുക്ക് ആൻസർ ജൂളിൽ കിട്ടിക്കോളും. ചെയ്യാൻ കഴിയുമല്ല? ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡിഫിക്കൽട്ടി ഉണ്ടോ? അല്ലല്ല. പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം ന്യൂമറിക്കൽ ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉണ്ടാവും. പറയാം. ഓപ്ഷൻ ബി അല്ലേ? 8.21 × 10⁻⁹ ജൂൾ പെർ ആറ്റം. ചെക്ക് ചെയ്യണം, എല്ലാവരും ചെക്ക് ചെയ്യണം. Any option D. Joseph option D. Najia option D. Sia option D. Rehan. Okay. എല്ലാവരും ഓപ്ഷൻ ഡി. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാ, ക്വസ്റ്റ്യൻ നമ്പർ 18 അല്ലേ അടുത്തത്? A certain metal, when irradiated by light and a frequency 3.2 × 10⁻16 Hz, emits photons, photoelectrons with twice kinetic energy as did photoelectron when the same metal is irradiated by light. Okay, the nu zero of the metal. അപ്പോൾ 2 കൈനറ്റിക് എനർജി ഉണ്ട്. 2 കൈനറ്റിക് എനർജി ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓർമ്മയുള്ളവർക്ക് പറയാം. കൈനറ്റിക് എനർജി സികൾ എന്താ ഇക്വേഷൻ? കൈനറ്റിക് എനർജി hc/λ. പീഡി വാങ്ങിക്കും.
ആ h ഇൻറ്റു H mu minus ന്യൂ മൈനസ് ന്യൂ സീറോ. mu 0. കാരണം h ന്യൂ മൈനസ് h ന്യൂ സീറോ അഥവാ h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ. ഇവിടന്ന് KE1 divided by KE2 equal to nu 1 minus nu 0 divided by nu 2 minus nu 0. ഓക്കെ അത് ഇവിടെ 1 കൊടുക്കുക അപ്പൊ KE1 ഡിവൈഡ് ബൈ ഇവിടെ 2 കൊടുക്കുക അപ്പൊ KE2. അപ്പൊ KE1 ബൈ KE2 ഇസ് ഈക്വൽ ടു h താഴെ h1 എഴുതില്ല, അത് കോൺസ്റ്റന്റ്, അത് ക്യാൻസൽ ആയി പോകും. ബാക്കി എത്ര മക്കളെ? ന്യൂ 1 മൈനസ് ന്യൂ 0 ഡിവൈഡഡ് ബൈ ന്യൂ 2 മൈനസ് ന്യൂ 0. ക്ലിയർ? Yes, sir. KE1 എത്ര നോക്കിയാണ്? KE1 a certain metal when irradiated by light emits photoelectrons with twice kinetic energy as did photoelectron when okay. അപ്പോൾ KE1 എന്ന് പറയുന്നത് 2KE2 ആണ്. അപ്പോൾ KE1ന്റെ പ്ലേസിൽ സാർ 2KE2 എന്ന് കൊടുത്തു ഡിവൈഡഡ് ബൈ KE2 തന്നെ, അതിൽ ഒന്നും എഴുതിയില്ല, ഇസ് ഈക്വൽ ടു ന്യൂ 1. ആദ്യത്തെ ഫ്രീക്വൻസി എത്ര പറഞ്ഞേ? 3.2 ഇൻറ്റു 3.2 into 10 raised to 16. ജൂൾ പെർ ആറ്റം മൈനസ് ന്യൂ 0 ഡിവൈഡ് ബൈ അടുത്ത രണ്ടാമത്തത് പറ. 2 ഇൻറ്റു 2 into 10 raised to 16. മൈനസ് ന്യൂ 0. ബോഡി ഒക്കെ നോക്കളെ. KE2 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ 2 ഇസ് ഈക്വൽ ടു എന്ന് കിട്ടും. ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ 2 ഇൻറ്റു എത്ര? 2 into 10 raised to 16 minus nu 0 equal to 3.2 into 10 raised to 16 minus nu 0 എന്ന് കിട്ടും. ഓക്കെ, ഇത് 2 into 2 4 എന്ന് കിട്ടും അല്ലടാ. 4 into 10 raised to 16 minus 2 nu 0 equal to 3.2 into 10 raised to 16 minus nu 0. അപ്പോൾ സാറ് ചെയ്യാൻ പോകുന്നത് ഈ -2 ന്യൂ 0 അപ്പുറത്ത് കൊണ്ടുവരുന്നു, മറ്റതിനെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് കിട്ടും? 4 into 10 raised to 16 മൈനസ് അത്ര കിട്ടും 3.2 into 10 raised to 16 ഈക്വൽ ടു ഇത് അപ്പുറത്ത് പോകുമ്പം +2 ന്യൂ 0 ആവും, ബാക്കി ഒരു -2 0 ഉണ്ട്. തെറ്റിക്കരുത്, കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി വയ്ക്കണം. അപ്പുറത്ത് ഇത് മറ്റത് 2 ന്യൂ 0 അപ്പുറത്ത് വന്നു, ഒരു -ന്യൂ 0 അവിടെ ഉണ്ട്. അപ്പോൾ ഇതെത്ര? ഇത് 4 into 10 raised to 16, അതൊന്നും പേടിക്കണ്ട. ഇത് 4 ചക്കയും ഇത് 3.2 ചക്കയും, ഇത് രണ്ട് സെയിം ആയതുകൊണ്ടാണ് ഞാൻ ചക്കയെന്ന് വിളിച്ചത്. ഓക്കെ, 4 നിന്ന് 3.2 ചക്ക പോയാൽ ബാക്കി എത്ര ചക്ക ഉണ്ട്? 0.8 into 10 raised to 16 ഉണ്ട്, അത്രേ ഉള്ളൂ. ഈക്വൽ ടു ഇത്രയാണ് ന്യൂ 0. അപ്പോൾ ന്യൂ 0 ഇസ് ഈക്വൽ ടു 0.8 into 10 raised to 16 എന്ന് കിട്ടും. അതാണ് ഇവിടുത്തെ ഫ്രീക്വൻസി ന്യൂ 0. ഉണ്ടോ? അങ്ങനെ ഓപ്ഷൻ ഉണ്ടോടാ? ഉണ്ടല്ലോ. 8 into 10 raised to 15 ഹെർട്സ് ഉണ്ട്. ഓക്കെ, ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഡിഫിക്കൽട്ടാണ്, പക്ഷേ ഇത് ഡിഫിക്കൽട്ട് അല്ല. പ്രോബ്ലം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരാളുടെ കൈനറ്റിക് എനർജി എന്നിട്ട് പിന്നെ വീണ്ടും കൈനറ്റിക് എനർജി റിലേഷൻ പറഞ്ഞാൽ KE1 by KE2 is equal to nu 1 minus nu 0 divided by nu 2 minus nu 0. ഈ ഐഡിയയിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ, ചെയ്തോളൂ. പറയുമ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ? എഴുതിയെടുത്താ? ഓക്കെ, ശരി. അപ്പോൾ സാറ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ നമ്പർ 19 അല്ലേ? 19 അല്ലേ? The energy of photon is given as 3.03 into 10 raised to minus 19 joule per atom. The wavelength of photon is. എനർജി തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. തിരിച്ച് നേരത്തെ വേവ് ലെങ്ത് തന്നിട്ട് എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞു, ഇപ്പോൾ എനർജി തന്നിട്ട് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറയുന്നു. വെരി സിമ്പിൾ. E is equal to എത്ര? h into c by lambda. അപ്പോൾ അവിടെ നമുക്ക് ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ HCE. ഓക്കെ, h എത്ര? 6.625 അല്ലെങ്കിൽ 626 into 10 raised to minus 34 ജൂൾ സെക്കൻഡ് ഇൻറ്റു c എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് 8, അത്രയും മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇനി എന്താണ്? എനർജി. എനർജി എത്ര തന്നിട്ടുള്ളത്? 3.03 into 10 raised to minus 19. ഓക്കെ, 3.03 into
10⁻⁻90 അത്രയും ജൂൾ പെർ മീറ്ററാ മക്കളെ, അല്ല ജൂൾ പെർ ആറ്റം. ജൂൾ പെർ ആറ്റം അത് കുഴപ്പമില്ല, ആറ്റം അത് വേണ്ട. ജൂൾ ക്യാൻസൽ ആയി പോവും. 10⁻⁻1 10⁻⁻1 ക്യാൻസൽ ആയി പോവും. മീറ്ററിൽ ആൻസർ കിട്ടും. വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്നത് മീറ്ററിലാണ്. അപ്പോൾ ചെയ്തിട്ട് ആൻസർ പറയുക. ആനി ഓപ്ഷൻ ഡി. അമീനെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ എത്ര വീഡിയോ കണ്ടടാ? 6 വീഡിയോ. ഓക്കെ, അപ്പം അതിനകത്ത് ഈ ടോപ്പിക്കൊക്കെ ഉണ്ടായിരുന്നാ? ആ ശരി, ഓക്കെ. ബാക്കിയുള്ളത് വേഗം വേഗം കണ്ടു തീർക്കണേ. ഓക്കെ ശരി. ഓപ്ഷൻ ഡി ഇട്ടിട്ടുണ്ട് കുറേ പേര്. ഓപ്ഷൻ ഡി തന്നെ കിട്ടിയത് എല്ലാവർക്കും? ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. ദ വേവ് ലെങ്ത് ഓഫ് വിസിബിൾ ലൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഇസ് ദ വേവ് ലെങ്ത് ഓഫ് വിസിബിൾ ലൈറ്റ്? മക്കളെ വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ വയലറ്റ് മുതൽ റെഡ് വരെ. വാല്യൂ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, സാർ നമ്മൾ പഠിപ്പിക്കാറില്ല, എന്നാലും നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. വിസിബിൾ ലൈറ്റിൻ്റെ റേഞ്ച് എവിടെ നിന്നാണ്? 380 നാനോമീറ്റർ മുതൽ 760 നാനോമീറ്റർ വരെയാണ് വേവ് ലെങ്ത്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് വരുന്നത് 380 to 760 നാനോമീറ്റർ. ബൈ ഹാർട്ട് ചെയ്യണം, അടുത്ത സാർ ചോദിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21. വാട്ട് വിൽ ബി ദ എനർജി ഓഫ് എ ഫോട്ടോൺ വിച്ച് കറസ്പോണ്ട്സ് ടു ദ വേവ് ലെങ്ത് 0.50 ആങ്സ്ട്രം? ഞാൻ വിട്ടു, കാരണം E = hc/λ. ഇപ്പൊ ചെയ്തതേ ഉള്ളൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലേ? ആ വേഗം ചെയ്ത് ആൻസർ പറഞ്ഞോക്കളെ. ആനി ഓപ്ഷൻ എ, നാജി ഓപ്ഷൻ എ. വേഗം പറയും. ആരാണ് ഓപ്ഷൻ എ? ജോസഫ് ഓപ്ഷൻ എ. ഓക്കെ, ഓക്കെ ശരി. അപ്പോൾ ഇനി ചെയ്തോ? എല്ലാവരും ചെയ്തോ? ഓപ്ഷൻ എയും അപ്പോൾ ഡിയും പറഞ്ഞോ? 2 ഓപ്ഷൻ പറഞ്ഞോ? ഇല്ലല്ലോ, എന്നല്ലേ പറഞ്ഞോളൂ. ഹാവിങ് വേവ് ലെങ്ത് 500 നാനോമീറ്റർ. ഞാൻ ചെയ്യൂല, ഞാൻ വിട്ടു. എന്താ? വേവ് നമ്പറും ന്യൂ ബാർ = 1/λ. വേഗം ചെയ്യൂ. ആൻസർ കിട്ടിയാൽ പറയുക വേഗം. ആനി ഓപ്ഷൻ സി, നാജിയ ഓപ്ഷൻ സി, ജഫിൻ ഓപ്ഷൻ സി. ഓക്കെ, ജോസഫ് ഓപ്ഷൻ സി, പാർവതി ഓപ്ഷൻ സി. ഓക്കെ ആയിക്കോട്ടെ. ന്യൂ ബാർ = 1/λ. അല്ലെങ്കിൽ λ = 1/ന്യൂ ബാർ. അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും പ്രാക്ടീസ് ചെയ്യാൻ പഠിച്ചല്ലോ, മനസ്സിലായല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ മക്കളെ? ഉണ്ടോ?
അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 23. The energy difference between the ground state of an atom and its excited state is 3 into 10 raised to minus 19 joule. What will be the wavelength of the photon required for this transition? The energy difference between the ground state of an atom and its excited state is 3 into 10 raised to minus 18 joule. What will be the wavelength of the photon required for this transition എന്നാണ് ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ആറ്റത്തിലുള്ള ഏതോ ഒരു ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡിലോട്ട് ചാടിപ്പോയി. അതാണ് എനർജി അബ്സോർബ്ഡ്. എനർജി എത്ര? 3 into 10 raised to minus 19. കണ്ടുപിടിക്കേണ്ടതെന്നാണ് ലാംഡ. ലാംഡയും എനർജിയും തമ്മിൽ വല്ല വ്യത്യാസം വല്ല ബന്ധമുണ്ടോ? E is equal to hc by E is equal to hc by E is equal to hc by lambda. നേരത്തെ പഠിപ്പിച്ചു തന്നതാണ്. നിങ്ങൾ ചെയ്യൂ. E is equal to hc by lambda. കണ്ടെത്തേണ്ടത് എന്താ? ലാംഡ. അപ്പൊ E is equal to hc by lambda is equal to hc by E. കിട്ടിയാ? ആൻസർ ഇട്ടാ? yes sir. ആൻസർ yes sir. ആനി ഓപ്ഷൻ ഡി, നാജിയ ഓപ്ഷൻ ഡി, ജോസഫ് അഗസ്റ്റിൻ ഓപ്ഷൻ ഡി. ഓക്കെ, ജെഫിൻ, ശ്രീദേവ്, നന്ദന, ആരൺ എല്ലാവരും ഓപ്ഷൻ ഡി. ഓക്കെ, ആയിക്കോട്ടെ മക്കളെ. അപ്പോൾ E is equal to hc by lambda എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി? ക്വസ്റ്റ്യൻ നമ്പർ 24. A 100 watt bulb emits monochromatic light of wavelength 400 nanometer. Calculate the number of photons emitted per second by the bulb. Monochromatic means single wavelength എന്ന് പറഞ്ഞതാണ്. അതിലൊരു ഇമ്പോർട്ടൻസ് കൂടെ കൊടുക്കേണ്ടത് നിങ്ങൾ. 100 വാട്ട് ബൾബാണ്, വേവ് ലെങ്ത് ഉണ്ട്, നമ്പർ ഓഫ് ഫോട്ടോൺസ് കണ്ടുപിടിക്കണം. ഓർമ്മയുള്ളവർക്ക് പറയാം. E is equal to എത്ര? E is equal to n hc by lambda. n into hc by lambda. അതിൽ n ആണ് നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ്. അപ്പോൾ n is equal to എത്ര? E into lambda divided by h into c. എത്രയല്ലേ ഇടാവുള്ളൂ? ഓക്കെ, ചെയ്യാൻ പറ്റുമല്ല? yes sir. വേഗം ചെയ്ത് ആൻസർ പറയൂ. yes sir. വേഗം ചെയ്ത് ആൻസർ പറയൂ. ആനി ഓപ്ഷൻ സി. നാജി ഓപ്ഷൻ ബി. രണ്ട് ആൻസർ ആണല്ലോ ഇപ്പോഴും. തെറ്റിയാ? തെറ്റത് നോക്ക്. ഈ 100 വാട്ട് ബൾബ് അപ്പോൾ 100 ജൂൾ ഇൻറ്റു വേവ് ലെങ്ത് ലാംഡ. ലാംഡ എത്രടാ? 400 നാനോമീറ്റർ. 400 into 10 raised to minus 9. H 6.60625. അപ്പോൾ 6.625 into 10 raised to minus 34 into C 3 into 10 raised to 8 meter per second. ഏതാ കിട്ടിയത് ആൻസർ പറഞ്ഞേ? C. ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി. ചെയ്തോ? എല്ലാവരും ചെയ്തോ? yes sir. പാർവതി ഓപ്ഷൻ സി.
കുറച്ചുകൂടെ നിങ്ങൾ ന്യൂമറിക്കൽ ചെയ്യാൻ വേണ്ടി പഠിക്കണം കേട്ടോ. എന്നുവെച്ചാൽ സ്പീഡ് കൂട്ടണേ മക്കളെ. എന്ന് പറഞ്ഞാൽ എൻട്രൻസ് നിങ്ങൾ ടെൻഷൻ വേണ്ട. എൻട്രൻസിന് ഇപ്പോൾ നീറ്റ് ആണെങ്കിൽ ഔട്ട് ഓഫ് ദ 45 ക്വസ്റ്റ്യൻ ഓൺലി 6, 7, 8 മാക്സിമം 8 ഒക്കെ ഉള്ളൂ പ്രോബ്ലംസ്. ബാക്കിയെല്ലാം തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചിട്ട് വേഗം എഴുതാം. അതോടൊപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി 20 സെക്കൻഡ് 30 സെക്കൻഡ് ഒക്കെ വേണ്ടി വരുള്ളൂ. അപ്പം പ്രോബ്ലം ചെയ്യാൻ കൂടുതൽ സമയം കിട്ടുകയും ചെയ്യും. എന്നാൽ നമ്മൾ ഈ വർഷം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ഞാൻ എല്ലാ ടൈപ്പ് പ്രോബ്ലവും ചെയ്യിപ്പിക്കും. അപ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11th ഫസ്റ്റ് 7 ചാപ്റ്റേഴ്സ് ഫിസിക്കൽ കെമിസ്ട്രി ആണ്. അവിടെ ഫിസിക്കൽ കെമിസ്ട്രിയിലെല്ലാം ന്യൂമറിക്കൽ പ്രോബ്ലംസാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ആവും. നല്ലവണ്ണം നമുക്ക് ചെയ്യാനും പറ്റും. പിന്നെ ഞാൻ വീണ്ടും പറയുന്നത് എന്താണ്, 11th തന്നെ ഇത്രയും ഡെപ്തിൽ ഇത്രയും കാര്യങ്ങളും ഈ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യിപ്പിക്കുന്നത് ഒക്കെ ആദ്യമായിട്ടാണ്. കാരണം 11th കുട്ടികൾക്ക് അത്രയും കൊണ്ട് താങ്ങില്ല എന്നാണ് നമ്മൾ വിചാരിക്കാറ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അത് സാർ ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ റിസൾട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാർ ദയവായി പഠിക്കുക. എല്ലാവരും ആൻസർ ചെയ്യുക എത്രയും വേഗം. ക്വസ്റ്റ്യൻ നമ്പർ 25. The emission spectrum of hydrogen found to satisfy the expression for the energy change delta E is equal to 2.18 into 10⁻⁻18 into 1/n1 square minus 1/n2 square അത്രയും ജൂൾ പെർ ആറ്റം. ഈ ഫോമുലയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ N1 1 2 3 4 ആണ്, N2 2 3 4 ആണ്. സ്പെക്ട്രൽ ലൈൻസ് കറസ്പോണ്ട്സ് ടു പാഷൻ സീരീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പാഷൻ സീരീസിന്റെ N1 എത്ര എല്ലാവർക്കും പറയാം? 3. ലൈമൻ ആണെങ്കിൽ 1, ബാൾമർ ആണെങ്കിൽ 2, പാഷൻ ആണെങ്കിൽ 3. അപ്പോൾ N1 is equal to 3. അപ്പോൾ N2 is equal to എത്രയായിരിക്കും മക്കളെ? 4, 6. അത് N1 is equal to 3 ആണെങ്കിൽ N2 തൊട്ടടുത്തോട്ട് അങ്ങോട്ട് ഇൻഫിനിറ്റി വരെ 4, 5, 6 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. മനസ്സിലായോ? ശരി. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 25 നമ്മൾ ഫസ്റ്റ് സെഷൻ അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞില്ല, പോയിക്കളരുത് എന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ 25. അപ്പോൾ ഞാൻ അറ്റൻഡൻസ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ബ്രേക്ക് തരാം. അപ്പോൾ 3:15 ആവും. അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് ബ്രേക്കിന് ശേഷം അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. 3:30 വരണം, 4:30 വരെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. 50 ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ഫിനിഷ് ചെയ്യാം മക്കളെ? 50 ഫിനിഷ് ചെയ്താൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് 50 കൂടെ ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാം തീരും. ഓക്കെ. ആരൺ ക്രിസ് ഉണ്ടോ? വേഗം ഒന്ന് പ്രസന്റ് പറയണേ. ആരൺ ക്രിസ്, ആയിഷ, അഭിനവ്, അഭിഷേക് കൃഷ്ണ, ആദർശ് ബി നായർ, അദീന, ആദിൽ മുഹമ്മദ്, ആദിത്യ അജിത്ത്, അദ്വൈത് മോഹൻ. ഇവനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവനൊക്കെ എവിടെ പോയി? അദ്വൈത് മോഹൻ. ഓക്കെ. അലീന, അമൽ, അദ്വൈത് മോഹൻ. ഞാൻ കണ്ടു മക്കളെ. അമൽ, അനന്യ, ഓക്കെ. ആര്യനന്ദന, ആയുഷ്, ക്രിസ് തോമസ്, ദേവനന്ദു, ദേവിക ബിനു, ദേവിക ജയസ്, ദേവിക ഷിജു, ഇല്ലല്ലോ. ധ്രുവ് ഉണ്ടായിരുന്നോ? ദിയ, എറിൻ, ഇഷ, ഇടയ്ക്ക് കണ്ടല്ലോ. ഇഷ, ഫെബിൻ മുഹമ്മദ്, ഇല്ല ഫെബിൻ ഇല്ല. ഫൈറൂസ് ജഹാൻ ക്ലാസ് ഉണ്ടല്ലേ. ഫെബിയ,
അല്ല. ഫിറോസ്, ഫിറോസിനും ക്ലാസ് ഉണ്ടല്ലോ. ഗൗതം, ആ ഗൗതം ഉണ്ട്. ഗായത്രി, വേഗം പറഞ്ഞേ. ഗൗരി ജി, Present, sir. ഗൗരി കെ വി, ഹഫീസ്, ഹരികൃഷ്ണ, ആ ഹഫീസ് ഞാൻ കണ്ടു. ഹരികൃഷ്ണ, ജഫിൻ, ജെറ്റ്സിൻ, ജെറ്റ്സിനെ കണ്ടില്ല ഇടയ്ക്ക്. ജോസഫ്, ലുബിന, മഹാദേവ്, അവനൊന്നും കണ്ടില്ലല്ല. മഹിജിത്ത്, ഓക്കെ. മുഹമ്മദ് ഹയാത്ത്, മുഹമ്മദ് അമീൻ, നാജിയ, നന്ദകിഷോർ, നന്ദകിഷോർ കണ്ടില്ല. നന്ദന, നവീൻ ഗോപിനാഥ്, അവനൊന്നില്ലായിരുന്നു. നയന എസ് മനോജ്, നിഖിൽ രാജീവ്, നിരഞ്ജൻ ബിൻസ്, നിരഞ്ജന എസ് നാഥ്, നിവേദിത, Present, sir. പാർവതി, Present, sir. പ്രണവ് എസ് പ്രദീപ്, ആ പ്രണവ് കയറിയായിരുന്നോ? പ്രശാന്ത്, പ്രതിഭ എന്നൊക്കെ അറിയില്ല. രാഹുൽ കൃഷ്ണൻ, രാഹുൽ കൃഷ്ണൻ ഇടയ്ക്ക് എവിടെ കണ്ടല്ല. രാഹുൽ കൃഷ്ണൻ, രേഷ്ന, റേഹാൻ, റേഹാൻ ഇടയ്ക്ക് കണ്ടല്ലോ. റേഹാൻ, ആ റിയ ഷാജി ഞാൻ കണ്ടായിരുന്നു. റോയൻ, ആ റോയൻ. സിദ്ധാർത്ഥ്, ശിഖ, ശ്രദ്ധ, Present, sir. ഓക്കെ. ശ്രീഹരി, ശ്രദ്ധ ഉണ്ടായിരുന്നു അല്ലേ. ശ്രീദേവ് ശ്രീധർ ഉണ്ട്. ശ്രീഹരി ഉണ്ട്. ശ്രേയ ജോസഫ്, Present, sir. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, അനന്തകൃഷ്ണൻ ഉണ്ടാ? ഇല്ല. സിയ ജോർജ്, Present, sir. ആ വി അനന്തകൃഷ്ണൻ, ഓക്കെ ശരി. അപ്പോൾ എന്താണ് ഇപ്പോൾ ബ്രേക്ക് എത്ര മണിക്കാണ് ബ്രേക്ക് കഴിയുക? ആ അദ്വൈതം ഉണ്ട് നോക്കണം, ഞാൻ മാർക്ക് ചെയ്ത്. അതിലുണ്ടായിരുന്നു. നീ എവിടെ പോയടാ അപ്പോഴ്? ആ ഓക്കെ. അദ്വൈത് മോഹൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ശരി. അപ്പോൾ ഇനി അടുത്ത സെഷൻ എപ്പോഴാണെന്ന് പറഞ്ഞത്? 3:30. ഇപ്പോൾ 15 മിനിറ്റ് ബ്രേക്ക്. 3:31 സ്റ്റാർട്ട് ചെയ്യും. 3:30 ആകുമ്പോൾ തിരിച്ചു വരണം എല്ലാവരും. ഓക്കെ.